ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എല്ലാവരും എന്ത് പറഞ്ഞു, ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു, നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീഡിയോ ഒന്നും ഇടരുത്, കാരണം ഞങ്ങൾക്ക് ബോറടിക്കുകയാണ്. തമിഴ്നാട്ടിൽ എന്തൊക്കെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, 4 പേർ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ഒക്കെ എന്തായാലും ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഈ വീടിന്റെ ഹോം ടൂറും ഈ വീടിന്റെ 4 പേരുള്ളതും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെറും നമ്മൾ ഈ സംസാരിക്കുന്നതാവുമ്പോൾ കാണുന്ന എല്ലാവർക്കും ഒരു ബോറടി ഉണ്ടാവും. വെറൈറ്റി ആയിട്ട് കുക്കിങ്, വല്ല ഗെയിം, അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെയാണ് ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് പറഞ്ഞാൽ വീട്ടിൽ ആൾക്കാർ എന്നുള്ളൊരു സംഭവം വേണം, പിന്നെ മക്കൾസും വേണം. മക്കൾസൊക്കെ ബിസിയാണ്. മക്കൾസിനൊക്കെ കിട്ടണമെങ്കിൽ സ്കൂളിൽ ലീവ് ഉള്ളപ്പോഴൊക്കെയാണ് അവരെ കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ, ഇപ്പൊ ഞാനൊരു അടിപൊളി ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണു, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ ഈ ഒരു സാധനം വാങ്ങണം വിചാരിച്ചിട്ട് കുറെ ആയിക്കണു. സാധനം എന്ന് അറിയണമെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ എല്ലാവരും വരിക, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ആ സാധനം. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് എന്താ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് എല്ലാവരുടെ വീട്ടിലും ഇത് കാണാനാണ് ചാൻസ് അധികം. ഒരുപാട് പേരുടെ വീട്ടിൽ റോബോട്ട് ഉണ്ടാവും, മറ്റേ മുക്കുനൂലൊക്കെ പോണ റോബോട്ടുകൾ അങ്ങനത്തെ വട്ടത്തിലുണ്ടാവും. നമുക്ക് എന്തായാലും അത്ര വലിയ ബഡ്ജറ്റൊന്നും നമ്മൾ പോയിട്ടില്ല. നമുക്കതൊന്നും വേണ്ട, അത്രതൊന്നും. നമ്മൾ ചെറിയ സാധാ നമ്മൾ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും നമ്മൾ തിരിച്ച് വേറൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് കയറ്റി ഇറക്കാൻ ഭയങ്കര പണിയാണ്. അതിന് ആൾക്കാരും വേണം. സാധനങ്ങളാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടുത്ത വീട്ടിൽ പോകുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ സ്പേസിന്റെ പരിമിതികൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് ഞാനൊരു ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ വാങ്ങിയതാണ്. കാരണം നമ്മൾ റോഡ് സൈഡിന്റെ വീടായത് കാരണം കൊണ്ട് പുറത്തേക്ക് പോകണ വണ്ടിയുടെ മണ്ണും ഇതൊക്കെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വരും. സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ ബെഡുകൾ ഇതൊക്കെ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം ഉണ്ട്, യൂസ് ചെയ്തവർക്ക് അറിയും, അല്ലാത്തവർക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ. പക്ഷെ ഡിസൈനും ആളും വേറെയാണ്. ഇതൊരു റോബോട്ടാണ്, എന്നാൽ കൂടെ ഡിസൈന് വേറെയാണ്, റൗണ്ട് അല്ല. അപ്പൊ ഇതിന്റെ പുറത്തുള്ള ചിത്രം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഈ ഒരു കമ്പനിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് സ്പീഡ് അധികമാണ്. വേഗം കുപ്പികളൊക്കെ ഭയങ്കരമായിട്ട് വലിക്കും. അപ്പൊ പിന്നെ സ്പീഡ് അധികം ഉണ്ടാവുമ്പോൾ നമുക്ക് വേഗം 4 പേരുടെ മണ്ണും പൊടിയൊക്കെ എടുക്കുന്നതിന് വേഗം ഈസി ആവും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള റോബോട്ടിക്ക, എന്നതിന്റെ പേര് വാക്വം ക്ലീനർ. ഇതാണ് ഞാൻ റോബോട്ടിന്റെ. ശരിക്കും ഒരു കാർമാരി ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇത് ഓപ്പൺ ചെയ്താൽ വെറുതെ വെളിയിൽ നിന്നത് എന്താ സാധനം അറിയില്ലല്ലോ. അപ്പം ഇതെന്താ വാങ്ങാൻ കാരണം ചോദിച്ചാൽ ഇതിന് സ്പീഡ് അധികമാണ്. ഇതാ ഇതിൽ കണ്ടാലേ അറിയും എത്ര വാട്ട്സ് സ്പീഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടാണ്. 1 ലിറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങി. സ്പീഡ് അധികം ഉള്ളതാവുമ്പോൾ നമ്മുടെ ജോലിയും എളുപ്പമാവും. അപ്പൊ അതാണ് ഇത് വാങ്ങാൻ കാരണം. ആരെങ്കിലൊക്കെ വാങ്ങലുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര സ്പീഡില് പണികളൊക്കെ വേഗം ഈസി ആയി കഴിഞ്ഞു. ആർക്കെങ്കിലൊക്കെ വാങ്ങാണ്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതും നല്ല ഉപകാരമാവും. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് വേസ്റ്റ്. അതിന്റെ വയർ നല്ല വലിപ്പം ഉണ്ടാവും. വയറ് അതില്ലാണ്ട് ഇതിന് നല്ല വലിപ്പം. ഇതിന് ഇന്നും 2 കോയിൽ വരാണ്ടല്ലേ, 2 കോയിൽ വരാണ്ട്. ഇത് തന്നെ മറ്റേ ഇതില് പണ്ടത് എവിടെ എനിക്ക് എപ്പോഴും தெரியாது. ഞാൻ തന്നെ പറഞ്ഞത് അത് എനിക്ക് യൂസ് ചെയ്യാൻ അതിലാണ്. ഇതിന് മേലെ 2 കോയിൽ വരും. അപ്പോൾ ഇതാണ് നമ്മളെ വാക്യൂം ക്ലീനറിന്റെ പൈപ്പ് പോലെ ലോസ്. അതാണ് ഈ സാധനം. ഇത് അതിന്റെ ഒരു കോയിലാണ്. ശരിക്കും പറഞ്ഞാൽ പത്തിരി മാവ് പരത്തത് വെച്ച് അതേമാതിരി ഇത് കൂടി ഇങ്ങനെ തന്നെ ആവാൻ മാട്ടിക്കുന്നത് ഉള്ള പോലെയേ. അപ്പൊ ഇത് ഇത്ര വലുപ്പം. ഇത് ഒരേ ഒരു പീസ് ഇത്ര വലുപ്പമായി. ഇനി അതേമാതിരി ഇന്നൊരു പീസ് കൂടി ഉണ്ട് ഗൈസ്. ഇതും ഇതിൽ ചൊടിവാള പീസാണ്. ഫാനിന്റെ ഐറ്റത്തിലാണ്. ഫാൻ വന്നില്ല, ഈസി ആയിട്ട് ഇതാക്കാം. ഇത് இதுக்கு சோஃபா க்ளீன் செய்திருந்தல பிரஷ் சோஃபா க்ளீன் பண்றதா முக்குமூலி பிரஷ் இது வச்சு தான் நம்ம சோஃபா பண்ணேன். அப்ப இது பிரஷ் ആണ്. ഇത് എങ്ക சொருகணும் அங்கயா இதுல இல்ல அதுல ഇതിൽ சொருகிறது. അതും ഇല്ലാമ ഇത് വേണ്ടെന്നാ ഇത് പൈപ്പ് വലുതായിരിക്കും. അപ്പൊ ഇത്ര ഹൈറ്റ് സോഫ ക്ലീൻ ചെയ്യാൻ വേണ്ട. അപ്പൊ ഇതിന് ഒരു പൈപ്പ് നമ്മൾ കഴറ്റണം. ഇത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ സോഫ, ബെഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ഇത്.
അടുത്തത് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇത് ഡ്രൈയറാ അല്ല ഇതാ ഡ്രൈ തന്നെ. അപ്പൊ വെള്ളം എടുക്കാതെ ഇതില് പൊടിക്കല തറയിലൊക്കെ പൊടി എടുക്കുന്നത് അത് വെള്ളം ഉണ്ടെങ്കിൽ ലൈറ്റ് എടുക്കും. ഇതാ ഡ്രൈ ഇതിന്റെ ഡ്രൈ എന്താന്ന് சொன்னாங்க ഡ്രൈ യൂണിറ്റ്. മറ്റേതില്ല വെള്ളം പറഞ്ഞ് തുടച്ചിട്ടുള്ള വാക്യൂം ക്ലീനർ അല്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ചെറിയ വീടല്ല. പിന്നെ ഈ വേഗം പണിയും ഡസ്റ്റിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിന്റെ കവറിൽ മുട്ടൊക്കെ അതാണ് അത് ചെറിയ ഏതൊരു കവറിനുള്ളതെന്ന് മറന്നു പോകും. ഇനി എന്നാ സാധനങ്ങള് അഞ്ഞൊന്നും കൂടി ഉണ്ട് ഗൈസ്. ഇതിന്റെ പാർട്സ് ഓരോന്നും എടുക്കാം. ഇത് എടുത്ത് ப்ளோயர்னா அதாவது அது வந்து சக் பண்ணுறது, உறிஞ்சிறது குப்பையை. இது வந்து பேக் சைடு போட்டு ப்ளோ பண்ணுறது, காற்று அடிக்கிறது, பேக் சைடு ஏர் അടിக்கிறது. അപ്പോൾ ഇത് നമ്മൾ പിന്നിൽ ഇട്ടിട്ട് യൂസ് ചെയ്ത് സംഭവത്തിൽ എനിക്ക് എന്താണ് യൂസ് ചെയ്ത് ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പഠിക്കണം. ഇതെങ്ങനെയെന്ന് ആദ്യം പഠിച്ചിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് അതിൻ്റെ ഇത് ഉണ്ടാകാൻ വേണ്ടി ഇന്നാണ് നമ്മുടെ മെയിൻ ആറ്. നമ്മളതാണോ അല്ലേ? ഇതെന്താ മൂലല്ലേ? ഇത് அதுதான் நான் யூஸ் பண்ண அவங்களுக்கே தெரியல. அத ஆக்சஸரீஸ் பார்க்கமா அப்படினா இப்படி தான் வெச்சு பார்க்குமா? പത്തലിയേ ഇത് എന്ത് സാധനമാണെന്ന് കടക്കാരനും അറിയില്ല. ഇത് ഉപയോഗിക്കാൻ പോണ ഞങ്ങൾക്കും അറിയില്ല. ഇത് ആരെങ്കിലും അതേമാതിരി വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്തിനുള്ളതാന്ന് കമന്റ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഇത് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഈ നമ്മുടെ മൂല ഉണ്ടാവില്ല, മുക്കുമൂല, ഈ സാധനം അതിലും സ്വരുവിട്ട് മുക്കുമൂലക്കും ഉള്ള പൊടിയൊക്കെ എടുക്കാനുള്ള സാധനമാണ് ഈ സാധനം. പിന്നെയാണ് നമ്മളുടെ റോബോട്ട് എടുക്കുക. എനിക്ക് ഞങ്ങൾ ഒരുപാട് മോഡൽസ് കടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ മോഡൽസ് ഒന്നും ഇഷ്ടമായില്ല. ശരിക്കും വേസ്റ്റ് ബക്കറ്റുമാരിലുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് പോണ സാധനം വെറും തുണി കിളിയാതെ. അത് ഇത് ചിന്ന വയസ്സ് മുതൽ ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ ഇഷ്ടം. ഇതാണ് നമ്മുടെ റോബോട്ട്. ഇത് പിന്നെ നോക്കണ കയ്യിലെ കൊണ്ടുവരും. കടക്കാരൻ ചോദിച്ചാൽ കൊടുത്തിരുത്തരാ. ഇതിനെ எப்படி தூக்குறது? இப்படியா? அந்த தூக்கி தூக்கணும். அப்படியே தூக்கு. ഈ കവർ ഇருக்கு. ഏതാ വെളിയിലിട. ഇതാണ് നമ്മുടെ റോബോട്ട്. ശരിക്കും ഒരു കാർ പോണ മതിയല്ലേ? ഇത് വയറിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ പിന്നാലെ വരുന്നത്. ഇതിന്റെ വേസ്റ്റ് എവിടെ പോകുന്നു വെച്ചാല് ഇതിന്റെ വേസ്റ്റ് പോകുന്ന സാധനമാണ് ഇത്. ഭയങ്കര സ്പീഡാണ് ഇത് യൂസ് ചെയ്യാൻ. ഇതിലുള്ള വേസ്റ്റ് എപ്പോഴും എടുത്ത് കളയും. ഇങ്ങനെ കളട്ടണമേ. എവിടെ കളട്ടത്? അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതാണ് ഇതിന്റെ സ്റ്റോറേജ് ബോക്സ്. നമുക്ക് വലിയ ഓരോരോ റൂമൊക്കെ ക്ലീൻ ചെയ്യണം പറഞ്ഞാൽ കുറച്ച് നേരം എല്ലാവർക്കും അറിയില്ല. ഏതൊരു ഇലക്ട്രോണിക് ഉപകരണമാണെങ്കിലും ഒരു മണിക്കൂർ കണക്കുണ്ട്. ആ മണിക്കൂർ കണക്കിനെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ചൂടാകുന്ന വരെക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. ഏതൊരു സാധനമാണെങ്കിലും 5-5 മിനിറ്റ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട്. അത് സാധാരണ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് പൊതുവെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ റോബോട്ടിന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അല്ല ഇങ്ങനെ പോകണം. അപ്പോൾ ഇതാണ് ആ ഉണ്ടാൻ വണ്ടികളൊക്കെ ഗൈസ്. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ വാങ്ങിയിട്ട് ഒന്ന് യൂസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സോഫ ഒക്കെ ആയിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു അല്ലേ? വേഗം സോഫയൊക്കെ മുക്കുമൂലയിലുള്ള മണ്ണൊക്കെ വന്ന് സോഫ ഫ്രഷായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെവല് കൂട്ടുന്നതും കുറക്കുന്നതും. സ്പീഡ് വേണമെങ്കിൽ സ്പീഡിൽ, കുറവ് വേണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കുക. എന്താണ് ഫുൾ സ്പീഡ്? ഇത് ഫുൾ സ്പീഡ്. ഇതാണ് ഇതെന്താ ഇനിയിപ്പോൾ ഇതിൻ്റെ വയർ എവിടെയെന്ന് അറിയണ്ട. വയറാണ് വിറ്റ് ഗൈസ്. ഇതെന്നാ എടുത്ത് വന്നിട്ടിത് ഇതിങ്ങനെ ഉള്ളിൽ പോവാ എക്സ്പ്രസ് പണ പോലെ. അപ്പോൾ ഇത് ഇങ്ങനെ വയറ് നമുക്ക് എടുക്കാം. പാമ്പാട്ടം അനോകൊണ്ട പാമ്പാട്ടം പോകുന്നത്. അപ്പൊ ഇത് ഈസി ആയിട്ട് ഇത് എതുക്ക് വാട്ട്സ് ഇங்கே എഴുതിക്കണല്ലോ. 190 വാട്ട്സാ? 190 1900
സീറോട്ടെ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വാങ്ങിയിട്ട് നമുക്കിത് യൂസ് ചെയ്ത് എന്തായാലും നമ്മൾ കാണിക്കണം. നമ്മൾ വയറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ സോഫ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചത്. ഓൾറെഡി സോഫയുടെ സിറ്റുവേഷൻ കണ്ടോളൂ. ഇതാ സിറ്റുവേഷൻ. നമ്മൾ പുറത്തുനിന്ന് വരുമല്ലോ, ഈ കവറും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ ഈ സോഫ വലിച്ചെറിയാനാവും. സോഫക്കും കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ തട്ടി കാണിച്ചെടുക്കാൻ മണ്ണ് പറ്റിയാ. ഇത് നമ്മൾ അന്നേക്ക് വാങ്ങിയ ഫസ്റ്റ് നമ്മൾ ഒരു മാസം മുന്നേ അല്ലേ, ഒരു മാസം മുന്നേ ഞങ്ങളിത് ഫുള്ള് സോഫ നല്ല വെച്ച് ക്ലീൻ ചെയ്തതായിരുന്നു. പക്ഷെ അന്നേക്ക് ഇതിനെക്കാട്ടും അധികം മണ്ണുണ്ടായിരുന്നു. ഈ കാലോട്ട് വന്ന് ഇരിക്കുകയല്ലേ താങ്കൾ പറയാൻ തോന്നില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ സോഫ ക്ലീൻ ചെയ്ത് കാണിച്ചതാണ്. എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. വീഡിയോ എടുക്കുന്ന ആളാണ് ഇത് യൂസ് ചെയ്യല്. ஆமாம் சிவப்பு இது வரும் ரெட் கலரில் ஒரு ஸ்டிக்கர் இருக்கும், அதுதான் எண்டிங். ரெட்டு வரும். ஓகே. ഇത് കൊള്ളും. അത് ഇതിന് വേറെ ഒരു ഇത് വെച്ച് കയറ്റണം. കൊള്ളുതാ സ്വിച്ച് പോട്ടാ. ആരോഗ്യമുള്ളവർക്ക് കണ്ടുള്ള കാര്യം അതൊക്കെ മണ്ണതിന്. നമ്മള് ആദ്യം ഇത് തട്ടുമ്പോ ഫുള്ള് മണ്ണായിരുന്നില്ലേ, ഇപ്പൊ മണ്ണുണ്ടോ? നമ്മൾ ആ മൂലക്കൊന്നും കാണിച്ചിട്ടില്ല. മൂലക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതാക്കണം. അതിനൊന്നും ജസ്റ്റ് മേലെ മാത്രം. ഇതിന്റെ ഉപയോഗം എങ്ങനെയെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു മാത്രമേ ഉള്ളൂ. ഫുള്ളും എടുത്തിട്ടുണ്ട്. അപ്പം എന്താ ഒന്നും പോലില്ലല്ലോ. ഇതാണ് വാക്യൂം ക്ലീനറിന്റെ ഉപയോഗം. ഇനി ഇതിന്റെ പവർ കാണിച്ചു തരാം. സ്വിച്ച് പോട്ട് ആ മണ്ണ് പറുകൂലേ പൈപ്പില് പോട്ട് ഇതിന്റെ കാത്ത് പോയി പറപ്പിച്ചു കൊടുക്കാം. ഞാൻ വെക്കുമ്പോട്ടെ അതിന് പോയി സ്റ്റോറേജ് ആവും പോലെ ബാക്സില്. അപ്പൊ നമ്മുടെ സോഫ ഇത് നമ്മൾ നേരാക്കിയ സൈഡും ഇത് നമ്മൾ നേരാക്കാത്ത സൈഡും തമ്മിൽ വ്യത്യാസം കണ്ടുള്ളൂ. അതൊക്കെ അങ്ങനെ പറയാം. അതൊക്കെ നല്ല ഫ്രഷ് ആയില്ലേ. ഇതൊക്കെ ഫുള്ള് മണ്ണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉപയോഗം. ഇത് ഈ ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ വീട് ക്ലീൻ ചെയ്യണം പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഇത്. അപ്പൊ ഇതിന് വേറെ ബോക്സുമാരെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്റ്റീലിലെ പ്ലാസ്റ്റിക്കിലെ പക്ഷെ കാണാൻ ലുക്കായി തോന്നിയത് ഇതാണ്. ഇത് കുറച്ച് എമൗണ്ട്, ഇതിന് തന്നെ കുറച്ച് എമൗണ്ട് അധികം, കുറച്ചൊരു 2000 കുറച്ച് എമൗണ്ട് അധികമാണെങ്കിൽ കൂടെ ഇതാണ് നല്ലത്. കാണാൻ ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ സ്റ്റോറേജ് ഒക്കെ എവിടെയെന്ന് കാണിച്ചിട്ടെ. ഇവിടെ ഇതാ അപ്പൊ ഇതിന്റെ മണ്ണിതാ. അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ സ്റ്റോറേജ് ബോക്സിൽ എത്രത്തോളം ആ സോഫയത്തെ മണ്ണുണ്ട് നോക്കില്ല നമുക്കിതാ. എവിടെ കാണാ ഇതാ കുപ്പിക്കുള്ള അന്തപ്പൊക്കെല്ലാം இருக்குதா ഫുള്ള് മണ്ണ് ഗൈസ്. ഇത് നമ്മൾ ഇതാണ് അതിന്റെ എയർ ഫിൽറ്ററാ ഏതോ ഫിൽറ്റർ. ഇത് എങ്ങനെ എടുത്ത് കഴുകുക? അപ്പൊ ഇത് എനിക്ക് ഊരാനും ഇതാക്കാനും എനിക്കറിയില്ല. അതിനുള്ള ടെസ്റ്റ് നോക്കട്ടെ. എന്താ ഇത് മണ്ണാ?
സോഫകളൊന്നും ആ സോഫയുടെ ഉള്ളത്തെ മണ്ണ് അങ്ങനെ ഇതില്ല. അപ്പൊ ഒരു പൊടി കേറി വരുന്നതല്ലെന്നോ, റോഡ് സൈഡ് ആയതിനാലേ ഉള്ള മണ്ണാ തോന്നുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളത്തെ മണ്ണ് ഗൈസ്. നമ്മളിതാ അത്രയും മണ്ണുണ്ട്. ഇതാ ഇവിടുന്ന് അത്രയും മണ്ണ്. എന്താ ഇത്? എത്ര നാളത്തെ ഒട്ടറില്ലാർക്ക് റോബോട്ടോട് പോയിട്ട് റോബോട്ട് പോകണം. ഉണ്ണായിരിക്കും എടുത്തിട്ട് പോകണം. കാറാട്ടം പിന്നാലെ വരുമേ ഊട്ടി കളിക്ക് നല്ലതായിട്ട് ഇതിന്റെ നമ്മളിന് എവിടെയെങ്കിലൊക്കെ അധികം കുറച്ച് ലോങ് ആയിട്ട് ഒരു ഇതിൽ തന്നെ ചെയ്യണം പറഞ്ഞാൽ നമുക്ക് ഈ വയറ് നമുക്ക് എത്തില്ല. ഞങ്ങൾ അതിനായിട്ട് തനിയ സ്വിച്ച് ബോർഡാണ്, തനിയ ജംഗ്ഷൻ ബോക്സും അതിനനുസരിച്ചുള്ള വലിയ വയറും വാങ്ങിയിട്ടുണ്ട്. കാരണം ഇതിന്റെ വാട്സിന് അതിനനുസരിച്ചിട്ട് നമുക്കത് മാറ്റി നമ്മൾ ഓരോട് കണ്ടിട്ട് നമുക്കത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ട്. ഇത് മെയിൻ വാങ്ങാൻ കാരണം എനിക്കുള്ള പ്രശ്നമാണ് ഈ ഡസ്റ്റിന്റെ അലർജി ഭയങ്കരമായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കാരണം കൊണ്ട് വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പണിയാണ്. അപ്പൊ ഈ മാസ്കും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മാറാലി അതും ഇതൊക്കെ അടിക്കല് മണ്ണിന്റെ. അപ്പൊ അത് ഈ തൊണ്ടയുടെ അവിടെ എത്തി പറഞ്ഞാല് വൈകുന്നേരത്തുമ്പത്തിന് എനിക്ക് ജലദോഷവും പനിയും വരും, ഒരുമാതിരി ശ്വാസം മുട്ടലിന്റെ ഒക്കെ ഒരു ഇത് വരും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയത്. ആ മാസം ആസ്പത്രിക്ക് പോയിട്ട് പൈസ കൊടുക്കണേന് ഈ ഒരു സാധനം വാങ്ങി വെച്ചാൽ ഈസിയാ പണിയും കഴിയും, മൂക്കൊക്കെ വന്ന് പൊടി ഇതാക്കുകയും ചെയ്യില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഞാനെങ്കിലും ഇങ്ങനത്തെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പവറാണ്. വേഗം നമ്മുടെ മണ്ണെടുക്കും ചെയ്യും, പവറും അധികമാണ്. പക്ഷെ ഇതിൽ ഒന്ന് എന്താ വെച്ചാൽ വെള്ളം എടുക്കണതില്ലല്ലേ, വെള്ളത്തിന്റെ ഡ്രൈ ഇല്ലല്ലോ, വെള്ളം പാരുന്നതില്ലെന്നോ എടുക്കണതില്ല. മറ്റേ സാധനം പറഞ്ഞാൽ നമുക്ക് താഴെയുള്ള പൊടി ഇതൊക്കെ നമുക്ക് ആ ചൂലുമാരി എടുക്കാം. പക്ഷെ വെള്ളം പാർന്നിട്ട് തുടക്കുന്ന സാധനം മാത്രമല്ലല്ലേ, അത് മാത്രം ഇതിലും ഇതില്ലാത്തോളം മിറ്റ വേറെയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ അത് ആവശ്യമില്ല കണ്ടിട്ടാണ് നമ്മൾ വാങ്ങാതിരുന്നത്. അപ്പോൾ ഈ റോബോട്ടിന് ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ എടുക്കണം. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.